ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റിവ്യൂസ് കോൾസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വുമൺസ് ഡേ പ്രമാണിച്ച് ഞങ്ങളുടെ ഇവിടെ ഒരു രംഗോളി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നേ. ഞാനും കൂടി അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മളുടെ വുമൺസ് ഡേ പ്രമാണിച്ചായതുകൊണ്ട് ഞാനൊരു വുമണിൻ്റെ തന്നെയാണ് ഒരു പിക്ചർ വരച്ചേക്കുന്നത്. അങ്ങനെ ഔട്ടർ ലൈനൊക്കെ ഒന്ന് നമ്മൾ വരച്ചു. പ്ലേറ്റും കൊണ്ടൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്. പെട്ടെന്ന് തീരും, നമ്മൾക്ക് കൈകൊണ്ടൊക്കെ വരച്ച് വരുമ്പോൾ ഒത്തിരി സമയം പിടിക്കും. അപ്പോൾ ഇതുപോലുള്ള എളുപ്പപ്പണികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരച്ചെടുത്തു. ഇനി ആദ്യം മുടിയിൽ കളറിട്ടു, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ബ്ലൗസിൻ്റെ കളറൊക്കെ കൊടുത്തു. ഞാൻ ചെറിയ ചെറിയ ടിന്നുകളില്ലേ നമ്മൾ മസാലയൊക്കെ ഇട്ട് വെക്കുന്ന, അതിൻ്റെ അടപ്പിൽ കുറച്ച് ഇതുപോലെ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലാണ് കളർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നി കുറച്ച് എളുപ്പത്തിൽ അരിപ്പ കൊണ്ട് ഇട്ടാൽ പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ അരിപ്പ കൊണ്ട് ഇങ്ങനെ ഇട്ടു. അപ്പോൾ കുറച്ച് ഫിനിഷിങ് കൂടി നല്ലതുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ സാരിക്ക് ബ്ലൂ കളർ കൊടുത്തു. ഓരോരുത്തരുടെയും ഉള്ളിൽ ഒത്തിരി കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അത് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ കിട്ടുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം പരമാവധി. കാരണം അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, നമ്മൾ അതിനെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സാരിയുടെ ഡിസൈൻസ് അങ്ങനെ നടക്കുകയാണ്. ഞാൻ എളുപ്പമുള്ള വഴികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പെട്ടെന്നായി. എന്നാലും ടൈം കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം തന്നിട്ടുണ്ട് നമ്മൾക്ക്. ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ടൈം അനുസരിച്ചിട്ടാണ്, ആ ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ധാവണിയൊക്കെ കുറച്ച് കളറൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്ലേ കാർഡൊക്കെ, കുട്ടികൾ കളിക്കുന്ന പ്ലേ കാർഡൊക്കെ കൊണ്ട് ഞാൻ ബൗണ്ടറിയൊക്കെ കുറച്ച് ക്ലീനാക്കി ഇതുപോലുള്ള ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ട്രിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു വുമൺ കയ്യിൽ ദീപവുമായിട്ടാണ് ഇരിക്കുന്നത്. ഐശ്വര്യത്തിൻ്റെ പ്രതീകം എന്ന പോലെ ഒരു ദീപവുമായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ വരക്കുകയാണ്. ടൈം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരുണ്ട് കേട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അവരാണ് കളേഴ്സൊക്കെ പെട്ടെന്ന് എനിക്ക് എടുത്തു തന്നതും അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി സാധനങ്ങളൊക്കെ വെച്ച് സഹായിച്ചതും. അവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഈ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇത് ഉദ്ദേശിച്ച ഡിസൈൻ ആയിരുന്നില്ല. കളേഴ്സ് അതിലിടാൻ ഉദ്ദേശിച്ച കളറ് തീർന്നു പോയപ്പോൾ എന്തൊക്കെയോ കളറ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ഡിസൈനാക്കി. പിന്നെ ഒരു ആകാശത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദീപം പോലെയൊക്കെ ഒരു ഡിസൈൻ കൊടുത്തു. അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്ത് ഞാൻ ആ ഒരു ഉള്ളിലുള്ള ആ കളറിൻ്റെ ഭംഗിയെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനൊക്കെ കൊടുത്തു. ഏകദേശം ഇതുപോലെയൊക്കെ ആയി. സൈഡിലൊരു കലശക്കുടത്തിൻ്റെ പോലെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബൗണ്ടറിയാണ് ഔട്ട്ലൈന് കൊടുക്കേണ്ടത്. അതൊക്കെ വരച്ചു. അതിൻ്റെ ഔട്ടർ ലൈനൊക്കെ ഫിനിഷ് ചെയ്തു. ഇതുപോലെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ വരച്ചിട്ട് ബഡ്സ് കൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് ഒന്ന് ഇതാക്കി കൊടുത്തു. അപ്പോൾ ഒരു ഡിസൈൻ പോലെ ആയി. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് ആ ബൗണ്ടറിയുടെ അവിടെയും ഔട്ടർ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനും ഔട്ടർ ലൈനൊക്കെ പെട്ടെന്ന് കൊടുത്തു. അപ്പോഴേക്കും ജഡ്ജ്മെൻറ്റ് തുടങ്ങാൻ സമയമായി. പിന്നെ ഹാപ്പി വുമൺസ് ഡേ എന്നൊക്കെ എഴുതി ഫിനിഷ് ചെയ്തു. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു മനസ്സുഖമായിരുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാകും, എന്നാലും ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായി. അതിൻ്റെ ഇടയ്ക്കാണ് ആ മെഷീൻ ഓയിലിടുന്ന ഇത് പണി തന്നത്. അതിൽ നിന്ന് അത് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് മാറ്റി വേറെ ഒരെണ്ണമാക്കി. ലാസ്റ്റ് ടൈമിലാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാലും ദൈവം കൈവിട്ടില്ല കേട്ടോ. പെട്ടെന്ന് വേറെ ഒരു ഇതിൽ നിറച്ച് അതിൻ്റെ ഔട്ടർ ലൈനൊക്കെ കൊടുത്തു. ഏകദേശം എല്ലാം ഫിനിഷ് ചെയ്തു. പിന്നെയാണ് ഹാപ്പി വുമൺസ് ഡേയിൽ കുറച്ച് കളർ കൊടുക്കണമെന്ന് വിചാരിച്ചത്. അങ്ങനെ അതൊക്കെ കൊടുത്തു. ഏകദേശം എല്ലാം റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള രംഗോലി. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും എനിക്ക് വളരെയധികം സമാധാനം തന്ന ഒരു ദിവസമാണിന്ന്. ചെറിയ കഴിവുകളാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്തത് പൂർണ്ണതയിലെത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്.
അതിൽ സമ്മാനം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, എന്നാലും ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗി, വല്ലാത്ത ഒരു സന്തോഷവുമാണ് ഇത് തരുന്നത്. എൻ്റെ രംഗോലി പൂർണ്ണമായപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ രംഗോലീസൊക്കെ ഒന്ന് കാണാനിറങ്ങി. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ട രംഗോലീസാണ് ഇട്ടിരിക്കുന്നത്. ഗേൾസിനെ സേവ് ചെയ്യണം, അതങ്ങനെയുള്ള രംഗോലീസൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വളരെ സന്തോഷവും അതിലുപരി അഭിമാനവും തോന്നി. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.